നീറ്റിൽ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഫോർമുലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഇത് 3ാമത്തെ വീഡിയോ ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൊട്ടേഷണൽ മെക്കാനിക്സ് ആണ്. അതേസമയം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ജൂനിയേഴ്സിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾ അറിയണം. അത് റിങ്, ഡിസ്ക്, ഹോളോ സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ, പിന്നെ ഹോളോ സ്ഫിയർ, സോളിഡ് സ്ഫിയർ, ഇങ്ങനെ 6 സോളിഡ് ബോഡീസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഹോളോ ബോഡിക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാവും. ഇപ്പോൾ റിങ്ങും ഡിസ്കും എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ mr² ആണ്, മറ്റേതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ mr²/2 ആണ്. അതിൽ വലുത് mr² ആണ്, അത് ഹോളോ, അതായത് റിങ്ങിനാവും. റിങ് മേലെ കുറേ റിങ് വെച്ച് കഴിഞ്ഞാൽ ഹോളോ സിലിണ്ടർ കിട്ടും. അപ്പോൾ ഹോളോ സിലിണ്ടറിൻ്റെയും റിങ്ങിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ സെയിം ആണ്, mr². ഒരു ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ mr²/2 ആണ്. കുറേ ഡിസ്ക് മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളിഡ് സിലിണ്ടർ കിട്ടും. അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും mr²/2 ആണ്. ഓക്കെ, ഇനി ഹോളോ സ്ഫിയറും സോളിഡ് സ്ഫിയറും, ഒന്ന് 2/3 mr², ഒന്ന് 2/5 mr². അതിൽ വലുത് 2/3 ആണ്, അത് ഹോളോ സ്ഫിയറിൻ്റെ ആവും. ഓക്കെ, പിന്നെ നമ്മൾ ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ I=mk² പറയുന്നത്. അതിന് k നമ്മൾ പറയുക റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നാണ്. റോൾ ചെയ്യുന്ന ബോഡിക്കൊക്കെ റേഡിയസ് ഉണ്ടാവും. ഈ റേഡിയസ് ഉള്ള ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പറയുമ്പോൾ 1/2 mr², 2/3 mr², 1 mr², അങ്ങനെയാണ്. ആ mr² കൂടെയുള്ള കോയഫിഷ്യൻ്റ് k²/r² ആണ്. ഓക്കെ, കോയഫിഷ്യൻ്റ് ഓഫ് mr² in the expression for the moment of inertia, അതാണ് ഈ റേഷ്യോ k²/r². ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. പല സ്ഥലത്തും നമുക്കത് ആവശ്യമുണ്ട്. അത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്ര mr² ആണോ ആ mr² കൂടെ വരുന്ന കോയഫിഷ്യൻ്റ്. ഓക്കെ, അതായത് ഡിസ്കിനാണെങ്കിൽ അത് 1/2 ആണ്, സോളിഡ് സ്ഫിയറിനാണെങ്കിൽ അത് 2/5 ആണ്. ഏത് k²/r² എന്നുള്ള റേഷ്യോ. ഓക്കെ, റിങ്ങിനാണെങ്കിൽ അത് 1 ആണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന വളരെ സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് വെച്ചിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്, ഒരു പർട്ടിക്കുലർ ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ചേഞ്ച് ചെയ്തു, അപ്പോൾ ആംഗുലർ വെലോസിറ്റി എത്രയാവുമെന്ന്. ഓക്കെ, അതാണ് സാധാരണ. ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഇതിന് തന്നെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് മുമ്പേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മറ്റൊരെണ്ണം ഈ ടോർക്കാണ്. ടോർക്ക് R×F എന്ന പൊസിഷൻ വെക്ടറും ഫോഴ്സും വെക്ടർ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ റോൾ ചെയ്യുന്ന ബോഡി പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ റോളിങ്ങിൽ ഒരു കണ്ടീഷൻ എന്താണെന്നറിയോ? വെൻ എ ബോഡി ഈസ് ഇൻ പ്യുവർ റോളിംഗ് ഇറ്റ്സ് ലീനിയർ വെലോസിറ്റി v=ω ടൈംസ് r എന്നാണ്. ഓക്കെ, v=ω_r. v=ω_r ആവുമ്പോഴാണ് നമ്മൾ പ്യുവർ റോളിംഗ് പറയുക. പ്യുവർ റോളിങ്ങിലാവുമ്പോൾ ആ ബോഡിക്ക് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും ഉണ്ട്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ഉണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടും. ആ ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനാണിത്. നോക്കൂ, 1/2mv² × 1 + k²/r², ആ ടോട്ടൽ കൈനറ്റിക് എനർജി. അല്ലെങ്കിൽ 1/2I⍵², റൊട്ടേഷണൽ കൈനറ്റിക് എനർജി × 1 + r²/k². ഓക്കെ, ഇവിടെ നോക്കൂ, k²/r² റേഷ്യോ ഉണ്ട്, ഇവിടെ അതിൻ്റെ റെസിപ്രോക്കൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ k²/r² എന്നുള്ള റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഒരു റോളിംഗ് ബോഡിയിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഡ്യൂ ടു ട്രാൻസ്ലേഷണൽ മോഷൻ? ഇതാണ് സാധാരണ ചോദിക്കുക. ഓക്കെ, അത് നോക്കൂ, ഞാൻ വിത്ത് സഫിക്സ് t പറഞ്ഞാൽ അത് ട്രാൻസ്ലേഷണലാണ്, വിത്ത് സഫിക്സ് r പറഞ്ഞാൽ അത് റൊട്ടേഷണലാണ്, സഫിക്സ് ഇല്ലാത്തതാണ് ടോട്ടൽ. ഓക്കെ, ഇവിടെ എന്താ ട്രാൻസ്ലേഷണൽ ബൈ ടോട്ടൽ പറഞ്ഞാൽ 1/1 + k²/r². ഓക്കെ, നമ്മൾ നോക്കൂ, ട്രാൻസ്ലേഷണൽ എനർജി ബൈ റൊട്ടേഷണൽ എനർജി =r²/k². അതായത് സാധാരണ കൈനറ്റിക് എനർജിയാണ് ഈ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി 1/2mv². അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സാധാരണ റേഡിയസിൻ്റെ സ്ക്വയർ. ഇത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി 1/2I⍵². അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ റേഡിയസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ സ്ക്വയർ. റൈറ്റ്? അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക എന്നറിയോ? r²/r² + k² വരും. മേലെ r² സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്ലേഷണൽ, അടിയിൽ r² + k² സ്റ്റാൻഡ്സ് ഫോർ ടോട്ടൽ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? k² / k² + r². k² സ്റ്റാൻഡ്സ് ഫോർ റൊട്ടേഷണൽ,
ഓക്കെ, കെ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ സ്റ്റാൻഡ്സ് ഫോർ ടോട്ടൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നുള്ള റേഷ്യോ ഉണ്ട്, ഇവിടെ അതിൻ്റെ റെസിപ്രോക്കൽ ഉണ്ട്, റൈറ്റ്. പിന്നെ അടുത്തത് എന്താണെന്നറിയോ, നമ്മൾ ഒരു ഇൻക്ലൈൻ സർഫസ് ഉണ്ട്. ഇപ്പോൾ ആ ഇൻക്ലൈൻ സർഫസിൽ നിന്ന് നമ്മളൊരു ബോഡി താഴോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്നു, ട്രാൻസ്ലേഷണൽ മോഷൻ മാത്രം. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നീടാണ് നമ്മൾ റൊട്ടേഷനും റോളിങ്ങും ഒക്കെ പഠിച്ചത്. അപ്പോൾ ഈ ട്രാൻസ്ലേഷണൽ മോഷനെ ഞാൻ ഫസ്റ്റ് കേസായിട്ടും റോളിങ്ങിനെ ഞാൻ സെക്കൻഡ് കേസായിട്ടും എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതേ ഒരു പ്ലെയിനുണ്ട്, ആ പ്ലെയിനിൻ്റെ മേലെ നിന്ന് ഒരു ബോഡി സ്ലൈഡ് ചെയ്ത് താഴെ എത്തി. ഓക്കെ, പിന്നെന്താ, റോൾ ചെയ്ത് താഴെ എത്തി. സ്ലൈഡ് ചെയ്യുകയാണെങ്കിലും റോൾ ചെയ്യുകയാണെങ്കിലും മേലെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0, u0. ബാക്കി എന്താ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആ, യു സ്ക്വയർ 0. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു 2as. സ്ലൈഡ് ചെയ്യുകയാണെങ്കിലും റോൾ ചെയ്യുകയാണെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് ഒരേ ഡിസ്പ്ലേസ്മെൻറ്റാണ്. അപ്പോൾ 2as-ൽ 2ഉം എസും രണ്ട് കേസിലും, അതായത് റോളിങ്ങിലും സ്ലൈഡിങ്ങിലും സെയിം ആണ്. അപ്പോൾ വെലോസിറ്റി v ഈക്വൽ ടു റൂട്ട് ഓഫ് 2as ഓർ v1/v2 ഈക്വൽ ടു റൂട്ട് ഓഫ് a1/a2 വരും. അതിൽ റോൾ ചെയ്യുമ്പോൾ ഉള്ള ആക്സിലറേഷൻ്റെ ഇതാണ് റോൾ ചെയ്യുമ്പോഴുള്ള ആക്സിലറേഷൻ. സ്ലൈഡ് ചെയ്യുമ്പോഴുള്ള ആക്സിലറേഷൻ പറഞ്ഞാൽ അതിനകത്ത് ആ ഡിനോമിനേറ്റർ ഉണ്ടാവില്ല, g sin θ മാത്രമേ ഉണ്ടാവുള്ളൂ. if it slides down a smooth inclined plane. ഓക്കെ, റോളിങ്ങിൻ്റെ ആക്സിലറേഷൻ ഇത്. അപ്പോൾ താഴെ സ്ലൈഡ് ചെയ്ത് താഴെത്തുന്ന വെലോസിറ്റി v1, റോൾ ചെയ്താൽ താഴെത്തുമ്പോഴുള്ള വെലോസിറ്റി v2. ഓക്കെ, അപ്പോൾ v1/v2 പറഞ്ഞാൽ a1/a2 ഈക്വൽ ടു 1 + k²/r². നോക്കൂ, ഇവിടെയും k²/r² ഉണ്ട്. ഇനി നമ്മളൊരു ബോഡി അവിടുന്ന് സ്ലൈഡ് ചെയ്ത് താഴെത്താനുള്ള സമയം t1, അവിടുന്ന് ഉരുണ്ട് വരികയാണെങ്കിൽ താഴെത്താനുള്ള സമയം t2. ഓക്കെ, അപ്പോൾ നമുക്ക് t1/t2, t എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ഓഫ് 2s/a എന്നാണ്. അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആക്സിലറേഷനാണ്. അപ്പോൾ t1/t2 പറഞ്ഞാൽ a2/a1. റോളിങ്ങിലെ ആക്സിലറേഷൻ ബൈ സ്ലൈഡിങ്ങിലെ ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, സ്ലൈഡ് ചെയ്യുമ്പോൾ g sin θ ആണ് ആക്സിലറേഷൻ. റോൾ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ g sin θ ഡിവൈഡഡ് ബൈ എ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് റോൾ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ കുറവാണ്, ഉത്സാഹം കുറവാണ്, അപ്പോൾ താഴെ എത്താൻ കൂടുതൽ സമയമെടുക്കും. ഓക്കെ, അതായത് ഇവിടെ t1 t2 ആണ് കൂടുതൽ, അപ്പോൾ ഡിനോമിനേറ്റർ മസ്റ്റ് ബി മോർ. അതുകൊണ്ടാണ് ഇവിടെ മേലെ 1 ഉള്ളൂ, താഴെ എന്താ 1 + a പോസിറ്റീവ് ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പോഴെന്താണെന്നറിയോ, നമ്മൾ നേരെ തിരിച്ചാണ്. അതായത് ഇവിടുന്ന് ഒരു ബോഡിയെ അങ്ങ് സ്ലൈഡ് ചെയ്ത് മേലോട്ട് പുഷ് ചെയ്തു. ഓക്കെ, യു വെലോസിറ്റിയിൽ അങ്ങ് പുഷ് ചെയ്തു, അത് എത്ര ഹൈറ്റിലോട്ട് പോകും? ഇനി അതേ യു വെലോസിറ്റിയിൽ ഇത് റോൾ ചെയ്തു മേലോട്ട്, അപ്പം എത്ര ഹൈറ്റിലേക്ക് പോകും? ഇത് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ 1/2 m² മാത്രമാണ് കൈനറ്റിക് എനർജി യു വെലോസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് റോൾ ചെയ്യുമ്പോൾ 1/2 m² ഇൻറ്റു 1 + k²/r², അതാവും കൈനറ്റിക് എനർജി. അതായത് റോൾ ചെയ്ത് പോവുകയാണെങ്കിൽ താഴെ കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, സോ ഇറ്റ് വിൽ ഗോ ടു എ ഹയർ ഹൈറ്റ് എന്ന് പറയാം. ഓക്കെ, അതായത് റോൾ ചെയ്യുമ്പോൾ ഇത് എത്ര മേലോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലായിരിക്കും. സ്ലൈഡ് ചെയ്ത് മേലോട്ട് പോകുമ്പോൾ എത്തുന്ന മാക്സിമം ഹൈറ്റ്, റോൾ ചെയ്ത് മേലോട്ട് പോകുമ്പോൾ എത്തുന്ന മാക്സിമം ഹൈറ്റ്. റോൾ ചെയ്യുമ്പോൾ ഹൈറ്റ് കൂടുതലാണ്, അതായത് ഡിനോമിനേറ്റർ കൂടണം. ന്യൂമറേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ 1 + a പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, ഇറ്റ് ഈസ് മോർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് റൊട്ടേഷണൽ മോഷനിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാവിറ്റേഷനാണ്. ഈ ഗ്രാവിറ്റേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സ്പ്രഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എ പ്ലാനറ്റ്. അതിൽ g പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡയമെൻഷണൽ ഫോമുലയും പലപ്പോഴും ചോദിക്കാറുണ്ട്. m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി പ്ലാനറ്റ്, r ഈസ് ദ റേഡിയസ്. ഓക്കെ, അപ്പോൾ അതിൽ ഇനി ദ മാസ് ആൻഡ് റേഡിയസ് ഓഫ് എ പ്ലാനറ്റ് ആർ ട്വൈസ് ദോസ് ഓഫ് എർത്ത്. ഓക്കെ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ പ്ലാനറ്റ് ടു ദാറ്റ് ഓൺ ദ എർത്ത്? അങ്ങനെ ചോദിച്ചേക്കാം, മനസ്സിലായില്ല? അതൊക്കെയാണ് സാധാരണ. പിന്നെന്താ, ദർ ആർ 2 planets ഓഫ് ദ സെയിം ഡെൻസിറ്റി. ഓക്കെ, ബട്ട് ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് പ്ലാനറ്റ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ സെക്കൻഡ്. What is the ratio of the acceleration due to gravity on the surface of the 2 planets? Okay, അപ്പോൾ this is the expression for the acceleration due to gravity in terms of the density of the planet. Okay, rho പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്, r പറഞ്ഞാൽ റേഡിയസ് ആണ്. ഓക്കെ, പിന്നെ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് എബോവ് ദ സർഫസ് ഓഫ് എർത്ത് ആൻഡ് ഡെപ്ത് ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, അതിൻ്റെ എക്സ്പ്രഷനാണിത്. g വിത്ത് സഫിക്സ് d = g × 1 - d/r. അതിൽ d എന്ന് പറഞ്ഞാൽ ഡെപ്ത് ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. ദിസ് ഇക്വേഷൻ, ദിസ് ഫോർമുല ഈസ് വാലിഡ് ഫോർ എനി ഡെപ്ത്. ഓക്കെ, എർത്തിൻ്റെ സെൻറ്ററിൽ എത്തുമ്പോഴെന്താ, ഡെപ്ത് = r ആണ്, അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. ഇനി ഇവിടെ നോക്കൂ, g വിത്ത് സഫിക്സ് h = അതായത് മേലോട്ട് പോകുമ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ g / 1 + h/r² ആണ്. ഇറ്റ്സ് വാലിഡ് ഫോർ എനി ഹൈറ്റ്. ഓക്കെ, പക്ഷേ g × 1 - 2h/r ഉണ്ടല്ലോ, ഇറ്റ് ഈസ് വാലിഡ് ഓൺലി വെൻ ദ ഹൈറ്റ് ഈസ് മച്ച് സ്മോളർ
or very small compared to the radius of Earth. എർത്തിൻ്റെ റേഡിയസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് ഹൈറ്റ് എങ്കിൽ മാത്രമേ ഈ രണ്ടാമത്തെ ഫോർമുല ചാടി കയറി അത് ഉപയോഗിക്കരുത്. ഓക്കെ, എർത്തിൻ്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറുതാവണം. എർത്തിൻ്റെ റേഡിയസ് പറഞ്ഞാൽ 64 ലക്ഷം മീറ്റർ ആണ്, അല്ലെങ്കിൽ 6400 കിലോമീറ്റർ പറയാം. ഓക്കെ, അപ്പോൾ ഈ 6400 കിലോമീറ്റർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ഹൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ഉപയോഗിക്കാം. പക്ഷേ ഇത് എവിടെയും ഉപയോഗിക്കാം, എപ്പോഴും കറക്റ്റാണ്. അപ്പോൾ വാട്ട് വുഡ് ബി ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത്, 1/3 ദ റേഡിയസ് ഓഫ് എർത്ത്. അവിടെ ഇന്നും രണ്ടാമത്തെ ഫോർമുല പറ്റില്ല. ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് എർത്ത് അവിടെ ഒന്നും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ റേഡിയസ് അല്ലെങ്കിൽ ഹൈറ്റ് വളരെ വലുതാവുമ്പോൾ നിങ്ങളിത് ഈ ഫോർമുല യൂസ് ചെയ്യണം. ഹൈറ്റ് വളരെ ചെറുതാണെന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ യൂസ് ചെയ്യാം. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ വിത്ത് റൊട്ടേഷൻ ഓഫ് എർത്ത്, അതാണ് ഈ ഫോർമുല കാണിക്കുന്നത്. ഓക്കെ, അതിൽ ലാംഡ പറയുന്നത് ഒരു ആംഗിളാണ്. ഇപ്പോൾ നമുക്ക് സി, ഇതാണ് എർത്ത് എന്ന് വിചാരിച്ചോളൂ കേട്ടോ. സി, ദിസ് ഈസ് എർത്ത്. ഓക്കെ, അതിൽ നോക്കൂ, ഇത് സെൻറ്റർ ഓഫ് ദി എർത്ത്. ഇവിടെ ഈ പൊസിഷൻ, അവിടുത്തെ ലാംഡ എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഏത് സ്ഥലത്തെ ലാറ്റിറ്റ്യൂഡ് കാണണോ ആ സ്ഥലത്തെ റേഡിയസ് വരയ്ക്കുക. അത് ഇക്വേറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ, അതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് പോളിൽ 90 ഡിഗ്രിയാണ്, ഇക്വേറ്ററിൽ 0 ഡിഗ്രിയാണ്. ഇതൊക്കെയാണ് നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഏത് സ്ഥലത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണണോ ആ സ്ഥലത്തെ റേഡിയസ്. ഒമേഗ പറഞ്ഞാൽ എർത്തിൻ്റെ റൊട്ടേഷൻ സ്പീഡാണ്. അപ്പോൾ എർത്ത് റൊട്ടേഷൻ സ്പീഡ് കൂടുകയാണ് എന്ന് ധരിക്കുക, ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫാക്ടർ കൂടിക്കൊണ്ടേയിരിക്കും. കുറേ ഒന്ന് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്താ, ഇത് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബിക്കം 0. അങ്ങനെ ഇക്വേറ്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആവണമെങ്കിൽ എർത്ത് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ 17 ടൈംസ് ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റൊട്ടേഷൻ എടുക്കുന്നത് 24 hours. ഓക്കെ, അപ്പോൾ ഇക്വേറ്ററിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആവണമെങ്കിൽ 24/17 hours ഒരു റൊട്ടേഷൻ എടുക്കണം. ഓക്കെ, 24/17 hours. ഓക്കെ, അതാണ് അവിടെ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴും ചോദിക്കാറുള്ളത് ഇതാണ്. പിന്നെ ബോഡി ഓഫ് മാസ് m is lifted from the surface of earth to a height h. Increase in potential energy പറഞ്ഞാൽ mgh/1 + h/r. This is valid for any height above the surface of earth. പക്ഷേ ഇവിടെ എന്താണോ, when this h is less than r, എർത്തിൻ്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഹൈറ്റ് വളരെ കുറവാണ് വിചാരിക്കുക. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ 1 + h/r എന്നുള്ളത് 1 ആവും. അപ്പോൾ mgh കിട്ടും. അപ്പോൾ ഈ mgh നിങ്ങൾ ചാടിക്കയറി ഉപയോഗിക്കരുത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ ദ ഹൈറ്റ് above the surface of earth is very small compared to the radius of earth. പക്ഷെ അതല്ല സാധാരണ ചോദിക്കുന്നതാണെന്നറിയോ, ഇറ്റ്സ് ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ h = r/2 അവിടേക്ക് ഇതേ ഉപയോഗിക്കാവൂ, mgh പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കെന്താ പറയാം, ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ മേലെ എന്താ mg r/2, താഴെ എത്രയാണ് 1 + 1/2 പറഞ്ഞു കഴിഞ്ഞാൽ 3/2. ഓക്കെ, അപ്പോൾ mg/3 വരും. when a body is lifted to a height equal to the radius of earth, അപ്പോൾ mg r/2 വരും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ഓർബിറ്റൽ സ്പീഡ് ഓഫ് സാറ്റലൈറ്റ്സ്, അതിൽ v = √gm/r. ഇത് സാറ്റലൈറ്റിൻ്റെ സ്പീഡാണ്. അതിൽ കാണുന്ന മാസ് പക്ഷേ സാറ്റലൈറ്റിൻ്റെ മാസ് അല്ല. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദ പ്ലാനറ്റ് അറൗണ്ട് വിച്ച് ദ സാറ്റലൈറ്റ് ഈസ് റിവോൾവിങ്. r ഈസ് ദ ഓർബിറ്റൽ റേഡിയസ്. ഇനി സപ്പോസ് ദ സാറ്റലൈറ്റ് ഈസ് റിവോൾവിങ് അറൗണ്ട് എ പ്ലാനറ്റ് ഓഫ് റേഡിയസ് R. പ്ലാനറ്റിൻ്റെ റേഡിയസ് R, ആ പ്ലാനറ്റിൻ്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിലാണ് സാറ്റലൈറ്റ്. അപ്പോൾ ഈ ഓർബിറ്റൽ റേഡിയസ് r പകരം r + h എന്ന് കൊടുക്കാം. ഓക്കെ, ഹൈറ്റ് ഓഫ് ദി സാറ്റലൈറ്റ്സ് എബോവ് ദ സർഫസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് റേഡിയസ് R. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സ്ക്വയർ ഓഫ് ദ പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദി സാറ്റലൈറ്റ് പ്രപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി ഓർബിറ്റൽ റേഡിയസ്. അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിന് സാധാരണ ചോദിക്കാറുണ്ട്. പിന്നെ ടോട്ടൽ എനർജി -gm/2r ആണ്, വേർ r ഈസ് ദ ഓർബിറ്റൽ റേഡിയസ്. It is negative of the kinetic energy of the satellites and it is half of the potential energy of the satellites. പിന്നെ when the height of the satellite is very small or if the satellite is revolving very close to the surface of the planet, അതായത് ഓർബിറ്റൽ റേഡിയസ് വളരെ ചെറുതാണ്, മിനിമം ആണ്. ആ ഓർബിറ്റിനെ പറയും മിനിമം ഓർബിറ്റ് എന്നാണ്. അതിലൂടെ റിവോൾവ് ചെയ്യുന്ന സ്പീഡാണ് മാക്സിമം സ്പീഡ് ഓഫ് ദി സാറ്റലൈറ്റ്സ് അറൗണ്ട് എ ഗിവൺ പ്ലാനറ്റ്സ്. ആ സ്പീഡിനെ ഫസ്റ്റ് കോസ്മിക് സ്പീഡ് എന്നാണ് പറയുക. എറൗണ്ട് എർത്ത് സ്പീഡ് എത്രയാണ്? 7.9 km/s. പിന്നെ നമ്മളുടെ എസ്കേപ്പ് സ്പീഡാണ്, അതായത് ബോഡി തിരിച്ചു വരാതിരിക്കാൻ നമ്മൾ എറിയേണ്ട മിനിമം സ്പീഡ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മാസ് ഓഫ് ദ പ്രൊജക്റ്റഡ് ബോഡി. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, അതിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. escape speed equal to v root of 2 gm by r, അല്ലെങ്കിൽ നമുക്ക് root 2 gr എന്ന് പറയാം.
ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ സെക്കൻഡ് കോസ്മിക് സ്പീഡ്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് കോസ്മിക് സ്പീഡ് നമുക്ക് എന്ത് പറയാം, ഈക്വൽ ടു √2 ടൈംസ് ദ ഫസ്റ്റ് കോസ്മിക് സ്പീഡ് എന്ന് പറയാം. എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ബോഡി എറിയുമ്പോൾ തിരിച്ചു വരാതിരിക്കണമെങ്കിൽ വേണ്ട സ്പീഡ് ഇത് 11.2 km/s. ഓക്കെ, ഇഫ് ദ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എസ്കേപ്പ് സ്പീഡ്, അതിൻ്റെ ടോട്ടൽ എനർജി 0 ആണ്. ഓക്കെ, ഇനി ഇഫ് ദ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ സ്പീഡ് ഗ്രേറ്റർ ദാൻ ദ എസ്കേപ്പ് സ്പീഡ്, അപ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി പോസിറ്റീവാണ്. നമ്മൾ എറിയുന്ന സ്പീഡ് എസ്കേപ്പ് സ്പീഡിനേക്കാൾ കുറവാണ് വിചാരിക്കുക, അപ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി നെഗറ്റീവാണ്. അതാണ് ഈ <0 എന്ന് എഴുതിയിരിക്കുന്നത്. എസ്കേപ്പ് സ്പീഡിലോ അല്ലെങ്കിൽ അതിൽ വലിയ സ്പീഡിലോ എറിഞ്ഞാൽ തിരിച്ചു വരില്ല. പക്ഷേ ഇഫ് ദ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ സ്പീഡ് ലെസ് ദാൻ ദ എസ്കേപ്പ് സ്പീഡ്സ്, ഒരു മാക്സിമം ഹൈറ്റ് എത്തിയിട്ട് തിരിച്ചു വരും. ആ മാക്സിമം ഹൈറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, h = k²r/1 - k² എന്നാണ്. വേർ ദ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് k ടൈംസ് ദ എസ്കേപ്പ് സ്പീഡ്. ആ k ഈസ് ലെസ് ദാൻ 1. ഇപ്പോൾ k 1/2 ആണെങ്കിൽ എന്താ, ഓക്കെ, ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് ഹാഫ് ദ എസ്കേപ്പ് സ്പീഡ്. അല്ലെങ്കിൽ k = 0.8 ആണ് വിചാരിക്കുക, ഇറ്റ് ഈസ് ലെസ് ദാൻ 1. അപ്പോഴൊക്കെ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ kക്ക് പകരം നിങ്ങൾ 0.8 കൊടുത്തിട്ട് കണ്ടുപിടിക്കണം. ഇതാണ് ദിസ് ഈസ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ബൈ എ ബോഡി വെൻ ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് വിത്ത് k ടൈംസ് ദ എസ്കേപ്പ് സ്പീഡ് വെൻ k ഈസ് ലെസ് ദാൻ 1. പിന്നെ നമ്മൾ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷനാണ്. ഈ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷനിൽ നിങ്ങൾ അറിയേണ്ടത്, പ്ലാനറ്റ് ഡിസ്ക്രൈബ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻറ്റർവൽസ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ.